ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കിനി 5-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 5-ാമത്തെ ശ്ലോകം: കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യ യാതോന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധ പതകപതികരുന്മാരുതൈർമോചിതോ ഭൂ. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യ. കീശൈ എന്ന് പറഞ്ഞാൽ ഈ വാനരന്മാരെ കൊണ്ട് ആശാന്തര ഉപാഹൃത, പലയിടങ്ങളിൽ നിന്നും, ഉപഹൃത എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ട, പല ദിക്കുകളിൽ നിന്നും ഈ വാനരന്മാരൊക്കെ വലിയ വലിയ പർവ്വതങ്ങൾ തന്നെയാണ് ഇവിടെ ചിറകെട്ടുന്നതിനായിട്ട് എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ ആശാന്തര ഉപഹൃത, ആശാന്തര എന്ന് പറഞ്ഞാൽ പല ദിക്കുകളിൽ നിന്നും, ഉപഹൃത എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന, ഇങ്ങനെ കൊണ്ടുവരപ്പെട്ട ഗിരിനികരൈ വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ശിലകളാൽ സേതും ആധാപ്യ, സേതും എന്ന് പറഞ്ഞാൽ ചിറ, സേതും ആധാപ്യ ചിറ കെട്ടി, യാതഹ എന്ന് പറഞ്ഞാൽ ചെന്നു, ഇവിടെ ആ ചിറയിലൂടെ നടന്ന ലങ്കയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് യാതൂന്യാമർദ്യ, യാതൂനി ആമർദ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യാതൂന്യാമർദ്യ. യാതൂനി എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെ, ആമർദ്യ മർദ്ദിച്ചിട്ട്, അവരോടൊക്കെ ഏറ്റുമുട്ടിയിട്ട്, ദംഷ്ട്ര നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈ സ്വസൈന്യൈ. ഇവരെ എങ്ങനെയൊക്കെയാണ് ഏറ്റുമുട്ടിയത് എന്നാണെങ്കിൽ ദംഷ്ട്രകൾ കൊണ്ട്, നഖങ്ങൾ കൊണ്ട്, ശിഖരി എന്നാൽ പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ കൊണ്ട്, ശില കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട്, സാലം എന്ന് പറഞ്ഞാൽ കരിമ്പനകൾ കൊണ്ട്, സാല ശസ്ത്രൈ, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട്, ശസ്ത്രങ്ങൾ കൊണ്ട്, പിന്നെ ഇങ്ങനെ ഇവയെല്ലാം കൊണ്ട്, സ്വസൈന്യൈ തൻ്റെ വാനര സൈന്യങ്ങളെ കൊണ്ട്, അതായത് നമ്മൾ പറഞ്ഞു ദംഷ്ട്രകൾ, അതായത് പല്ല്, നഖം, പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ, വലിയ കല്ലുകൾ, പാറകൾ, അതേപോലെ മരങ്ങൾ, കരിമ്പനകൾ ഒക്കെ കൊണ്ട്, പിന്നെ ആയുധങ്ങൾ, ശസ്ത്രൈ എന്ന് പറഞ്ഞിരുന്നു, ധാരാളം ആയുധങ്ങൾ കൊണ്ട് രാക്ഷസന്മാരെയൊക്കെ മർദ്ദിച്ചിട്ട്, വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം, സമരഭുവി എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ, ആ യുദ്ധക്കളത്തിൽ അവരെയൊക്കെ, ഈ രാക്ഷസന്മാരെയൊക്കെ മർദ്ദിച്ചിട്ട്, സമരഭുവി പരം എന്ന് പറഞ്ഞാൽ ആ വലിയൊരു യുദ്ധക്കളത്തിൽ വ്യാകുർവൻ സാനുജസ്ത്വം, സാനുജസ്ത്വം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുജത്വം,
അങ്ങയുടെ അനുജനായിട്ടുള്ള ലക്ഷ്മണനോടു കൂടി. അവിടുന്ന് ആ വലിയ യുദ്ധഭൂമിയിൽ വിക്രമം ശക്രജേത്ര, ശക്രജേത്ര എന്ന് പറഞ്ഞാൽ ശക്രൻ എന്ന് പറഞ്ഞാൽ രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് വേഗാനാഗാസ്ത്രബദ്ധ, വേഗാത് നാഗാസ്ത്രബദ്ധ, വേഗാത് വളരെ പെട്ടെന്ന് തന്നെ നാഗാസ്ത്രബദ്ധ, അതായത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള ഈ വാനരപ്പടയെയുമൊക്കെ പതക പതിഗരുന്മാരുതൈർമോചിതോഭൂ, പതകം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പതകപതി പക്ഷികളുടെ പതിയായിട്ടുള്ള അല്ലെങ്കിൽ രാജാവായിട്ടുള്ള ഗരുഡൻ, ഗരുന്മാരുതൈർ, ആ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും മാരുതൈർ മോചിതോഭൂ, ഗരുഡൻ തൻ്റെ ചിറകുകൾ വീശിക്കൊണ്ടുണ്ടാക്കിയ മാരുതൈ കാറ്റുകൊണ്ട് മോചിതോഭൂ, മോചിത അഭൂഹു, ഇവിടെ ഈ സമയത്ത് അങ്ങയുടെ സൈന്യത്തെ രാവണപുത്രനായിട്ടുള്ള ആ ഇന്ദ്രജിത്ത് തൻ്റെ നാഗാസ്ത്രം കൊണ്ട് ഈ വാനര സൈന്യത്തെ മുഴുവൻ ബന്ധിച്ചു. ഈ സമയത്ത് അങ്ങയുടെ വാഹനമായിട്ടുള്ള ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ചിറകുകൾ വീശി അതിൻ്റെ ആ ഒരു ജഡതയിലുള്ള വേഗത്തിലുള്ള ചലനത്തിനാൽ ഉണ്ടായ കാറ്റിനാൽ എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്തു, എല്ലാവരുടെയും ബന്ധനത്തെ അകറ്റുകയും ചെയ്തു. അപ്പോൾ അവർ ചിറകെട്ടിയത് ഈ ശ്രീരാമചന്ദ്ര ഭഗവാനോടൊപ്പമുള്ള വാനര സൈന്യം ഏതേതെല്ലാം ഘടകങ്ങളെ കൊണ്ടാണ്, എന്തെല്ലാം വസ്തുക്കളെ കൊണ്ടാണ് ചിറകെട്ടിയത് എന്ന് പറഞ്ഞു. അതിനുശേഷം ലങ്കയിൽ എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ സാനുജസ്ത്വം എന്നാ പറഞ്ഞ തൻ്റെ അനുജനായ ലക്ഷ്മണനോടുകൂടി ഈ രാക്ഷസന്മാരുടെ നേരെ മഹാപരാക്രമങ്ങൾ അഴിച്ചുവിടുകയും ഒടുവിൽ രാവണപുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് വന്ന് ഈ വാനരപ്പടയെല്ലാം തൻ്റെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കുകയും അതേപോലെ ആ ബന്ധനത്തെ ഈ സമയത്ത് അവിടെ പ്രത്യക്ഷനായ ഗരുഡൻ, ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ, ഭഗവാന്റെ വിജയത്തിനായിക്കൊണ്ട് ഭഗവാനെ സഹായിക്കുന്നതിനായിക്കൊണ്ട് എളുപ്പം അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ചിറകുകൾ വീശി അതിലൂടെയുണ്ടായ കാറ്റുകൊണ്ട് ഈ വാനര സൈന്യത്തെ മുഴുവൻ മോചിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യയാതോ യാതോന്യാമർദ്യദംഷ്ട്രാ നഖശിഖരിശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധ പതകപതികരുന്മാരുതൈർമോചിതോഭൂ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കീശൈ ആശാന്തരാണ് രായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ആശാന്തര ഉപാഹൃത, കീശൈരാശാന്തരോപാഹൃത. പിന്നെ അടുത്ത് സേതും ആധാപ്യാണ്, പദം പിരിക്കേണ്ട, സേതുമാധാപ്യ. ഇവിടെയും കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യ, അവിടെ കഴിയുന്നതും അത്രയും ചേർത്ത് വായിക്കുക. അത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ, അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ എടുത്തുകൊണ്ട് താഴെ സേതുമാധാപ്യ, അവിടെ സ അപ്പോൾ കൂട്ടക്ഷരമല്ല, ഒരു സായേ ഉള്ളൂ, സേതുമാധാപ്യ, അങ്ങനെ വായിക്കുക. പിന്നെ അടുത്തത് യാതൂന്യാമർദ്യ, യാതൂനി ആമർദ്യ, ന്യായുടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ദംഷ്ട്ര നഖ ശിഖരി ശിലാസാല ശസ്ത്രൈസ്വ സൈന്യൈ, കഴിയുന്ന മത്ത അത്രയും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് വേഗാന്നാഗാസ്ത്രബദ്ധ, അവിടെ വേഗാത് നാഗാസ്ത്രബദ്ധ ആണ്,
പദം പിരിക്കണ്ട. നാ കൂട്ടക്ഷരമാണ്, അതുപോലെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പതക പതികരുന്മാരുതൈർമോചിതോ ഭോ, അവിടെയും ചേർത്ത് വായിക്കേണ്ടതാണ്. വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യുക. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസുർവാത ജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യകൃണത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസുർവാത ജാനീത ശൈലഘ്രാണാത്. സൗമിത്രി തു അത്രാണ്. സൗമിത്രിസ്ത്വത്ര. സൗമിത്രി, ആ സൗമിത്രി ആകട്ടെ, അതായത് സുമിത്രാദേവിയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണകുമാരനാകട്ടെ, അത്ര അവിടെ ഈ യുദ്ധത്തിൽ ശക്തി പ്രഹൃതികളദസുർവാത ജാനീത ശൈലഘ്രാണാത്. ശക്തി പ്രഹൃതികളദസുഹു. ശക്തി എന്നാൽ വേല്. ശക്തി പ്രഹൃതി, വേലുകൊണ്ടുള്ള ഒരു പ്രഹരമേറ്റ്, ഗളദസുഹു, ജീവൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ മയങ്ങി വീഴുകയും ചെയ്ത ഇവിടെ പറയുകയാണ് വാതജാനീത്. വാതജ ആനീത്. വാതജ എന്ന് പറഞ്ഞാൽ വായുപുത്രന് ആയിട്ടുള്ള അല്ലെങ്കിൽ വായുവിന് ജനിച്ചതായിട്ടുള്ള വായുപുത്രനായിട്ടുള്ള ഹനുമൽ സ്വാമിയാൽ ആനീത കൊണ്ടുവരപ്പെട്ട ശൈലഘ്രാണാത്, നിറയെ ഔഷധസസ്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ള, മൃതസഞ്ജീവനി അടക്കമുള്ള ഔഷധസസ്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ആ വലിയ ഒരു പർവ്വതത്തെ എടുത്തുകൊണ്ട് ഹനുമൽ സ്വാമി ഇവിടെ വന്നപ്പോൾ അതിൽ നിന്നുള്ള കാറ്റ് ഏറ്റിട്ട് തന്നെ, ഗന്ധമേറ്റിട്ട് തന്നെ, ഘ്രാണാത്, അതിൻ്റെ ആ ഘ്രാണം കൊണ്ട് തന്നെ, ഗന്ധം കൊണ്ട് തന്നെ, പ്രാണാനുപേതോ. പ്രാണാൻ എന്ന് പറഞ്ഞാൽ ജീവനെ, ഉപേതഃ എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടിയ, ആ തിരിച്ചു കിട്ടിയ ജീവൻ, വ്യകൃണത കുസൃതി ശ്ലാഘിനം മേഘനാദം. വ്യകൃണത എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ലക്ഷ്മണകുമാരൻ കൊന്നുകളഞ്ഞു. ആരെ? കുസൃതി ശ്ലാഘിനം മേഘനാദം. കുസൃതി ശ്ലാഘിനം എന്ന് പറഞ്ഞാൽ മായായുദ്ധത്തിൽ വളരെയേറെ വിദഗ്ധനായിട്ടുള്ള, വൈദഗ്ധ്യമേറിയതായിട്ടുള്ള മേഘനാദം, മേഘനാഥനെ, അതായത് ഇന്ദ്രജിത്തിനെ. ഇവിടെ മേഘനാഥൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ദ്രജിത്താണ് ഈ വാനര സൈന്യത്തെയൊക്കെ തൻ്റെ നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണകുമാരൻ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത്, യാതൊരു മായായുദ്ധത്തിലാണോ തന്നെ ഇങ്ങനെ വീഴ്ത്തിയത് ആ ഇന്ദ്രജിത്ത്, ആദ്യം ആ ഇന്ദ്രജിത്തിനെ തന്നെ വധിച്ചു കളഞ്ഞു. മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം. മായാക്ഷോഭേഷു, തൻ്റെ രാക്ഷസമായകൾ കൊണ്ട് ക്ഷോഭേഷു എന്ന് പറഞ്ഞാൽ കുപിതനായി തീർന്ന,
വൈഭീഷണ വചനഹൃതസ്തംഭന. വൈഭീഷണ വചനം, വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട്, ഹൃദസ്തംഭനത്വം, അതായത് അങ്ങേക്ക് അത്യധികം ആശ്വാസം ലഭിച്ച, ഈ രാക്ഷസന്മാരുടെ മായാവൈഭവം കൊണ്ട് തൻ്റെ സൈന്യത്തെയും തൻ്റെ അനുജനെ തന്നെയും വീഴ്ത്തിയ ഈ അസുരന്മാരുടെ ചെയ്തികളിൽ അത്യധികം കോപിഷ്ഠനായി തീർന്നിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെ, ഇത് രാക്ഷസന്മാരുടെ വെറും മായ മാത്രമാണ്, അങ്ങിതിൽ ഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞ ആശ്വാസവാക്കുകൾ കൊണ്ട് വിഭീഷണൻ വന്ന് ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ വചനഹൃത സ്തംഭന കുംഭകർണം, അങ്ങനെ തൻ്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അതുവരെ ക്ഷുഭിതനായി നിന്നിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ രാക്ഷസന്മാരുടെ, ഈ അസുരന്മാരുടെ മായാപ്രയോഗത്താൽ അത്ര എളുപ്പമല്ല ഇവരെ കീഴടക്കുക എന്ന് കരുതി അല്പം ക്ഷുഭിതനായി തീർന്നിരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ശാന്തനായിട്ട് കുംഭകർണനെ സംപ്രാപ്തം കമ്പിതോർവീതലം അഖില ചമോഭക്ഷിണം. സംപ്രാപ്തം എന്ന് പറഞ്ഞാൽ ആ കുംഭകർണൻ എങ്ങനെയാ വന്നത്? കമ്പിത ഉർവീതലം, ഈ ഭൂമിയെ മുഴുവൻ ഒന്ന് കുലുക്കിക്കൊണ്ട്, കമ്പനം ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ വന്ന അഖില ചമൂഭക്ഷിണം, അഖില എല്ലാ ചമൂഭക്ഷിണം കുരങ്ങന്മാരെയും തൻ്റെ വാനര സൈന്യത്തിലെ ഓരോ വാനരന്മാരെയും പിടിച്ചങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ എതിർ സൈന്യത്തെ മുഴുവൻ, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സൈന്യത്തെ മുഴുവൻ അല്പമൊന്ന് അന്താളിപ്പിച്ചുകൊണ്ടാണ് കുംഭകർണൻ്റെ വരവ്. ഈ ഭൂമി മുഴുവൻ ഒന്ന് കുലുങ്ങുമാറാണ് കുംഭകർണൻ്റെ വരവ്. വന്നതും തൻ്റെ നേരെ പോരിന് വന്ന വാനര സൈന്യത്തെ മുഴുവൻ പിടിച്ചു ഭക്ഷിച്ചുകൊണ്ട് വരുന്നത് കണ്ട് വിഭീഷണനിൽ നിന്നും അറിഞ്ഞ ഈ മായാ വൈഭവങ്ങളെ, രാക്ഷസന്മാരുടെ മായാവൈഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ശാന്തനായി തന്നെ വന്ന കുംഭകർണം വ്യക്ഷിണോ സ്ത്വം എന്നാണ്. വ്യക്ഷിണ എന്ന് പറഞ്ഞാൽ വധിച്ചു, ത്വം അങ്ങ്, അല്ലയോ ഭഗവാനെ അവിടുന്ന് ആ കുംഭകർണനെയും വധിച്ചുവല്ലോ. കുംഭകർണൻ, രാവണനും കുംഭകർണനും ഒക്കെ ഭഗവാനെ അവിടുത്തെ കൈകൊണ്ടാണ് വധിക്കപ്പെട്ടത്. കാരണം വൈകുണ്ഠലോകത്തിലെ പാർഷദന്മാരായിരുന്ന ജയവിജയന്മാരുടെ 3 അവതാരങ്ങളിൽ ഭഗവാന്റെ കൈകൊണ്ട് മരണം കിട്ടുമെന്നുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ജന്മമായിരുന്ന രാവണനും കുംഭകർണനുമായിട്ടുള്ള ഈ അവതാരം, ജയവിജയന്മാരുടെ അവതാരത്തിൽ, അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ കുംഭകർണന് മരണം ലഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു, മോക്ഷത്തെ ലഭിക്കുകയും ചെയ്തു. ആദ്യത്തെ ജന്മത്തിലാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് വരുന്നത്. 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട് വന്ന് ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയും ഹിരണ്യാക്ഷനെ
വരാഹമൂർത്തി നിഗ്രഹിക്കുന്നുണ്ട്. അതായത് 4 ജന്മങ്ങളിലായിട്ട്, ഭഗവാന്റെ 4 അവതാരങ്ങളിലായിട്ട് ഈ 3 ജന്മങ്ങളെടുത്ത് ജയവിജയന്മാർ തങ്ങളുടെ മോക്ഷത്തിലേക്ക്, ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണത്തിലൂടെ മോക്ഷത്തിലേക്ക് ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുംഭകർണനും അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതികളദസുർവാത ജാനീത ശൈലഘ്രാണാത് പ്രാണാനുപേതോ വ്യഗൃണത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലചമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സൗമിത്രിസ്ത്വത്ര, തു അത്ര ആണ്, അതുകൊണ്ട് തന്നെ ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് അസുർവാതജ ആനീത ശൈലാണ്. അപ്പോൾ ഗളത അസു, അവിടെ ദായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് വാതജ ആനീത ആണ്. വാതജ എന്ന് പറഞ്ഞാൽ വായുപുത്രനായിട്ടുള്ള, ആനീത കൊണ്ടുവരപ്പെട്ട, അവിടെ ജായുടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ ശൈലഘ്രാണാത്, അതും ശ്രദ്ധിക്കുക. ഇവിടെ വായിക്കുമ്പോൾ കഴിയുന്നതും പ്രകൃതികളത് ജാനീത ശൈലഘ്രാണാത്, കഴിയുന്നതും അത്രയും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് പ്രാണാനുപേതോ, പ്രാണാൻ നായുടെ ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ കുസൃതി ശ്ലാഘിനം, അവിടെയും കഴിയുന്ന ചേർത്ത് വായിച്ചാൽ നല്ലത്. പിന്നെയുള്ളത് വൈഭീഷണ വചനഹൃത സ്തംഭന, അതത്രയും ചേർത്ത് വായിക്കുക. അവിടെ ഒരു വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ കമ്പിതോർവീതലമഖില ചമോ ഭക്ഷിണം, അവിടെയും ചേർത്ത് വായിക്കേണ്ടതാണ്. കമ്പിത ഉർവീതലം അഖില, അവിടെ കമ്പിതോർവീതലം അഖില, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.